Hello children. Now next method that we are going to learn about for solving linear equations is the elimination method. So far we have done graphical method, then we did substitution method. അതിനേക്കാളും നല്ല രസകരമായിട്ടുള്ള ഒരു മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. ഈ എലിമിനേഷൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഇല്ലാതാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? ഈ രണ്ട് ഇക്വേഷനിൽ ഒരു വേരിയബിളിനെ ഇല്ലാതാക്കുക. അപ്പോൾ മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. പിന്നെ ആ വാല്യൂ വെച്ചിട്ട് യു സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദെൻ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. അപ്പോൾ ഇതിൽ നമ്മുടെ അപ്രോച്ച് തന്നെ എന്താണ്? ഒരു വേരിയബിളിനെ ഇല്ലാതാക്കണം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് ഒരു രണ്ട് ഇക്വേഷൻസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവരെ നമുക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് അറിയണം. ഇപ്പോൾ ഹിയർ ഐ ഹാവ് ടേക്കൺ ടു ഇക്വേഷൻസ്. 5x + 2y = 7 and 3x - y = 10. Now children, ഈ ടു ഇക്വേഷൻസ് വേറെ വേറെ ഇക്വേഷൻസ് ആണ്. ബട്ട് ദെൻ യു ക്യാൻ ആഡ് ദീസ് ടു ഇക്വേഷൻസ് ഓർ യു ക്യാൻ സബ്ട്രാക്ട് ദ ടു ഇക്വേഷൻസ്. ഈ രണ്ട് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ രണ്ട് ഇക്വേഷനോട് ചെയ്യാം. ഇനിയൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഏതെങ്കിലും ഒരു നമ്പർ ദാറ്റ് യു മൾട്ടിപ്ലൈ വിത്ത് ദ എൻറ്റയർ ഇക്വേഷൻ, അതെങ്ങനെ ചെയ്യണം അതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഓപ്പറേഷൻസ് നമുക്ക് ഫസ്റ്റ് പഠിക്കാം. എന്നാൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് പ്രൊസീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് ലെറ്റ് us add the two equations. So if you are going to add, so first what you have to do, ഈ രണ്ട് ഇക്വേഷന് ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നങ്ങനെ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താവും? ഈ എക്സ് ടേംസ് ഒക്കെ വൺ അബവ് ദ അതർ ആയിരിക്കും, വൈ ടേംസ് അങ്ങനെ ആയിരിക്കും, പിന്നെ കോൺസ്റ്റൻറ്റ് ടേംസ് ഇങ്ങനെ. സോ വെൻ യു ആർ ഗോയിങ് ടു ആഡ് ദ ടു ഇക്വേഷൻസ്, ഫസ്റ്റ് സ്റ്റെപ്പ് വാട്ട് യു ഹാവ് ടു ഡു, ഈ രീതിയിൽ രണ്ട് ഇക്വേഷൻ ഒന്നിൻ്റെ അടിയിൽ അങ്ങനെ എഴുതിയെടുക്കാം. Okay, now add ചെയ്യണ്ടല്ലോ. അപ്പോൾ let us put an add here. Children, let me tell you, addition is very easy. നിങ്ങൾക്ക് സൈൻ്റെ പ്രോബ്ലംസ് ഒന്നും വരാൻ പോകുന്നില്ല. You have to just add these two x terms, add the y terms and add the constant terms. അപ്പോൾ ഫസ്റ്റ് add the x terms. അപ്പോൾ 5x + 3x is going to give you 8x അല്ലേ. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടി? 2y + -y. ആ മൈനസിനെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 2y + -y ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട് യു ഹാവ് ടു സബ്ട്രാക്ട്. സോ ഹിയർ വാട്ട് വിൽ യുവർ ആൻസർ ബി? 2y and -y, you will get it as +y അല്ലേ. ദിസ് വിൽ ഗിവ് യു 7 + 10 അല്ലേ. 7 + 10 എന്താണ്? 17. യു ആർ ഡയറക്ട്ലി ആഡിങ് ഇറ്റ്. അപ്പോൾ അഡീഷൻ എത്ര സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ടു ലീനിയർ ഇക്വേഷൻസ് വെൻ യു ആർ ഗെറ്റിംഗ്, യു ക്യാൻ ആഡ് ദം ലൈക്ക് ദിസ്. ഈ രണ്ട് ഇക്വേഷൻസിനെ ആഡ് ചെയ്യുന്ന ഒരു രീതിയാണിത്. അതേപോലെ സബ്ട്രാക്റ്റും നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഫോർ സബ്ട്രാക്റ്റിംഗ് ഓൾസോ യു ടേക്ക് ഡൗൺ ലൈക്ക് ദിസ് ദ ടു ഇക്വേഷൻസ്, വൺ ആർ ബിലോ ദ അതർ. നൗ ചിൽഡ്രൻ, വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട്. അപ്പോൾ ഈ സബ്ട്രാക്ഷൻ 1 ഈസ് വാലിഡ് ഫോർ ദിസ് എൻറ്റയർ ഇക്വേഷൻ. ഈ ഫുൾ ഇക്വേഷന് ഇതിനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. എപ്പോഴും സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കണം? ഈ സബ്ട്രാക്ഷൻ സൈൻ വരുമ്പം ഇതിലൊക്കെ ബ്രാക്കറ്റിൽ കൺസിഡർ ചെയ്യണം. സോ വെൻ യു ആർ ആക്ച്വലി ഡൂയിങ് ഓപ്പണിംഗ് അപ്പ് ദ ബ്രാക്കറ്റ്, വാട്ട് വിൽ ഹാപ്പൻ? ഇതൊരു +3x അല്ലായിരുന്നോ? ഇറ്റ് വിൽ ബിക്കം -3x. ഇതൊരു -y അല്ലായിരുന്നോ? അപ്പോൾ ഇവിടെ മൈനസ് വരുമ്പം എന്താവും? ഈ മൈനസ് ആൻഡ് മൈനസ് വിൽ ഗിവ് യു പ്ലസ് ഹിയർ. സോ ദിസ് വിൽ ബിക്കം +y. ഈ 10ൻ്റെ കഥ എന്താവും? അത് -10 ആയിപ്പോവും. മൈനസ് ഈ മൈനസ് വി ഹാവ് ടു മൾട്ടിപ്ലൈ ടു ഓൾ ദ ടേംസ്. ഓക്കെ, നൗ യു പ്രൊസീഡ്. നൗ വെൻ യു പ്രൊസീഡ്, യു ഹാവ് ടു ടാക്കിൾ വാട്ട്? 5x and -3x. അപ്പോൾ 5x - 3x is what? It is going to be 2x അല്ലേ. 5x - 3x is 2x. ഇവിടെ എന്താ സംഭവം? 2y + y അല്ല. ഈ നമ്മുടെ -y വന്ന് ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്തപ്പം +y ആയിപ്പോയി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടി? 2y + y. സോ യു വിൽ ഹാവ് ഹിയർ +3y is equal to 7 - 10 will give you -3. അപ്പോൾ when you subtracted the two equations, this is what you got. ഓക്കെ, അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് സക്സസ്ഫുള്ളി ചെയ്യണമെങ്കിൽ ഈ അഡീഷനും സബ്ട്രാക്ഷനും നിങ്ങൾക്ക് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ടു ഇക്വേഷൻസിനെ എങ്ങനെ ആഡ് ചെയ്യുക, ടു ഇക്വേഷൻസിനെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാവണം. അതെന്താണ്? ഒരു ഇക്വേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് ഇക്വേഷൻ, ആൻഡ് ഐ എം ടെല്ലിങ് യു മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് 3. അപ്പോൾ ഈ ഇക്വേഷന് 3നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ വെൻ യു ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ആൻഡ് നമ്പർ, എനി നമ്പർ ടു ദ ഗിവൻ ഇക്വേഷൻ,
അതിൻ്റെ രീതി എന്താണ്? ഈ നമ്പറിനോട് എല്ലാ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ വാട്ട് വിൽ ദിസ് ബിക്കം? 3 into 5 will become 15x. 3 into 2 will become 6x. സയൻസിനൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സോ ഹിയർ ഇറ്റ് വിൽ ബിക്കം 6y ആൻഡ് 3 into 7 will give you here 21. അപ്പോൾ you got the new equation. So now you even know how to multiply a number to the given equation. ഈ 3 ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് നിസ്സാരം. ഇനി എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഈ എക്സസൈസ് സോൾവ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ദിസ് വാസ് വി ആർ സപ്പോസ് ടു ഡു എക്സസൈസ് നമ്പർ 3.4. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സം ഓഫ് എക്സസൈസ് 3.4. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സും വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടു ബൈ എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക? ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഒന്നിൻ്റെ അടിയിൽ ഒന്ന് ആക്കി എഴുതിയെടുക്കാം. ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഏതെങ്കിലും ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക ഏത് ടേമാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് അപ് ടു അസ്. വി ഹാവ് ടു തിങ്ക് ആൻഡ് പ്രൊസീഡ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കുമ്പം ഇവിടെ +y ഉണ്ട് -y ഉണ്ട്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് സൈൻസ് അല്ലേ, അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെ y മാത്രമേ ഉള്ളൂ, ഇവിടെ 3y ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം? ഒരു ടാർഗറ്റ് പിടിക്കാം. ഓക്കെ, വൈനാണ് നമ്മളിപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെയും 3y ആണെങ്കിൽ എന്താണ് ഇത്? ഈ 2 ഇക്വേഷൻസിനെ നമ്മൾ ആഡ് ചെയ്യുമ്പം +3y -3y യു ക്യാൻ ഈസിലി എലിമിനേറ്റ് അല്ലേ. പക്ഷെ ഇവിടെ 3y ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ 3y ആക്കണം. അപ്പോൾ ഇവിടെ 3y ആവാനുള്ള മാർഗം എന്താണ്? ഈ ഫുൾ ഇക്വേഷൻ ഇഫ് യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 3, this full equation if you multiply it with 3, this term will become 3y അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ എഴുതുക? ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എഴുതുക, മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 വിത്ത് 3. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇക്വേഷൻ 3x + 3y = 15. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇക്വേഷൻ ലെറ്റ് us write just below that 2x - 3y = 4. ഇപ്പോൾ ഇത് ഓൾറെഡി പ്ലസും മൈനസും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ലെറ്റ് ആഡിങ് ഇക്വേഷൻ 1 and 2. Now you are going to add equation 1 and 2. അപ്പോൾ ആഡ് ചെയ്യുമ്പം ഈ രീതിക്ക് തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ ഇവിടെ എന്താ ആഡ് ചെയ്യുമ്പം 3x + 2x is going to give you 5x. +3y - 3y. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി. ഇങ്ങനെ കട്ട് ചെയ്യുക. എന്തൊരു സുഖമുണ്ട് അങ്ങനെ കട്ട് ചെയ്യാൻ. അപ്പോൾ +3y - 3y is 0. അത് കട്ടായി പോവുക ടേംസ്. ഇനി ഈ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ എന്തായിരിക്കും? 15 + 4. 15 + 4 എന്താണ്? 19. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ് എന്താവും? എക്സ് ഈസ് ഗോയിങ് ടു ബി ഈ 5 ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ 19/5. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ 19/5 ഒക്കെ കാണുമ്പം ഒരു സുഖമില്ല. എന്നാലും അതൊരു ആൻസർ തന്നെ ആണ് കേട്ടോ. എക്സ് 19/5 കറക്റ്റ് ആൻസറാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണ്? ഒരു ടേം കിട്ടി, ഒരു വേരിയബിൾ എക്സിന് നമുക്ക് വാല്യൂ കിട്ടി 19/5. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടി വൈൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷനിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതും പിന്നെ യു ഹാവ് ടു തിങ്ക് വിച്ച് ഇക്വേഷൻ ആർ യു ഗോയിങ് ടു യൂസ്. അപ്പോൾ ഈ ഇക്വേഷൻ എത്ര ഈസി ആണല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ എന്താണ്? എക്സ് + y = 5 അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് 19/5 കിട്ടി. സോ യു റൈറ്റ് ദാറ്റ് 19/5 + y = 5. അപ്പോൾ നമ്മളെ y എന്തായിരിക്കും? 5. This term when it goes that side it will become -19/5. Now how to solve this? Common denominator ആക്കണ്ടേ. അപ്പോൾ y = ഈ 5 and this 5 you multiply, so you will have 25 - 19, common denominator 5. y = 25 - 19 എത്രയാണ്? 6. So you will have 6/5. So you got the value of y. അപ്പോൾ 2 ടേംസ് എക്സും കിട്ടി വൈയും കിട്ടി. So you have done your sum. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഹൗ യു ഡു ദ എലിമിനേഷൻ മെത്തേഡ്. ഇപ്പോൾ അത് വലിയ സിമ്പിൾ സം ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് സമ്മും കൂടി ചെയ്ത് നോക്കാം. ലെറ്റ് us do the second sum. Okay, now this is our second sum. That is 3x + 4y = 10. അതൊരു ഇക്വേഷൻ ആണ്. ആൻഡ് 2x - 2y = 2. അപ്പോൾ ഇതിങ്ങനെ ഒന്നിൻ്റെ മേലെ തന്നെ അങ്ങനെ എഴുതി വെക്കാം.
ഇനി നമുക്ക് നോക്കുമ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് അഗെയിൻ വി ക്യാൻ ഗോ ഫോർ വൈ ടേം ഓൺലി ബിക്കോസ് ഒന്ന് പ്ലസ് മൈനസ് ആണ്, അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ബട്ട് ദെൻ ഇപ്പോൾ രണ്ടിനും സെയിം ആവണ്ടേ, ഇവിടെ 4y ആണ്, ഇവിടെ 2y ആണ്, അപ്പോൾ നമുക്ക് രണ്ടിനും 4y ആക്കാം. അത് എളുപ്പമല്ലേ, ഇവിടെ 2 × 2 ചെയ്താൽ നമുക്ക് 4y ആവല്ലോ. ദെൻ വി ഷുഡ് ഡിസൈഡ് ഓക്കെ ഈ ഫുൾ ഇക്വേഷന് വി ക്യാൻ ഡു ഇൻറ്റു 2. Then what will happen, this term will become 4y, then you can easily cut. That should be your target, how you are going to think about it. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻറ്റു 2 ചെയ്യുമ്പം എന്താ കിട്ടണേ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഡൗൺ അഗെയിൻ. സോ നൗ അവർ ന്യൂ ഇക്വേഷനിൽ എന്താ അവിടെ വരാം, 2x will become 4x, minus 2y will become minus 4y and 2 will become 4 അല്ലെ, 2 നോട് ഇൻറ്റു ചെയ്തപ്പം. ഇനി ഇവിടെ നോക്കൂ, പ്ലസ് ആൻഡ് മൈനസ് ഇസ് ദെയർ, സോ വാട്ട് യു ഷുഡ് റൈറ്റ്, ആഡിങ് ഇക്വേഷൻ 1 and 2, ആഡിങ് ഇക്വേഷൻ 1 and 2. സോ ലെറ്റ് us ആഡ് ദ ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക, 3x plus 4x എന്താണ് 7x. This nicely you cut off, and then here what you will have, 10 plus 4 14 you will have. So x is equal to 14 by 7, x is equal to 2. അതെത്ര നല്ല സുന്ദരമായ ഒരു ആൻസർ നമുക്ക് കിട്ടി, ബെറ്റർ ദൻ ദ പ്രീവിയസ് ആൻസർ അല്ലേ. ഇനി നമുക്ക് ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് ലെറ്റ് us substitute and find the value for y. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ഇക്വേഷനും യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us യൂസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഹിയർ. അപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥലത്ത് 2 എഴുതി, plus remaining as it is you are writing. So what you will have, 6 plus 4y is equal to 10. So you will have 4y is equal to 10 minus 6. 4y is equal to 4. Then your y will be 4 by 4. So you have y is equal to 1. So you have nice answer. X is equal to 2, y is equal to 1. So this is the point where the two equations are going to intersect. And this is how you find the solution by elimination method. So this was also a quite easy example. Let us do one more example. So your third sum is this, that is 3x minus 5y minus 4 is equal to 0. 9x is equal to 2y plus 7. ഇതൊക്കെ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഈ രീതിയിലൊക്കെ തരുന്നതാണ്. ബട്ട് ദെൻ യു ഓൾ ആർ സ്മാർട്ട് ചിൽഡ്രൻ, നോ യു ഷുഡ് നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് വാട്ട് യു ഹാവ് ടു ഡു, ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പാറ്റേണിൽ എഴുതിയെടുക്കാം അല്ലേ. നമ്മൾ സ്റ്റാൻഡേർഡ് പാറ്റേൺ എന്താണ്, എക്സും വൈ ടേം വന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, കോൺസ്റ്റൻറ്റ് ടേം വന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ആക്കാം, ദാറ്റ് ഇസ് 3x is equal to 5y plus 4. -4 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +4 ആവും. അതേപോലെ ഈ സെക്കൻഡ് ഇക്വേഷൻ എന്താവും, 9x minus 2y. 2y റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. സോ ഇറ്റ് വിൽ ബിക്കം -2y is equal to 7 will remain as it is. So this is how you got your two equations. ഇനി ഈ രണ്ട് ഇക്വേഷനിൽ നിങ്ങൾക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് x and y. You have to do that. ഇപ്പം നമ്മൾ ഇതിൽ നോക്കുമ്പം രണ്ടും മൈനസ് മൈനസ് ആണ്, ഇത് രണ്ടും പ്ലസ് പ്ലസ് ആണ്. സോ എനി ടേം യു ക്യാൻ യൂസ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ വൈനെ എലിമിനേറ്റ് ചെയ്തല്ലോ, അപ്പം എക്സിനെ ഈ പ്രാവശ്യം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ നോക്കൂ, എക്സ് ഇത് 3 ആണ്, ഇവിടെ എക്സ് 9 ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സിനെ എലിമിനേറ്റ് ഇവിടെ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് എളുപ്പമായിരിക്കും. എങ്ങനെ, ഈ 3നെ നമുക്ക് 9 ആക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ ഫുൾ ഇക്വേഷന് ഇൻറ്റു 3 ചെയ്താൽ മതി, അപ്പോൾ ഇത് 9 ആയിക്കോളും. അപ്പോൾ അത് കുറച്ചൊരു ഈസി വേ ആവും അല്ലേ. ബട്ട് ദെൻ ചിൽഡ്രൻ, ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ യു വൺ മോർ മെത്തേഡ് ഓഫ് ഡൂയിങ്. One more a bit extra. So let us for this question consider y. ഓക്കെ, എക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വൈനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 5y ആണ്, ഇവിടെ 2y ആണ്. ഇനി 2നെ നമുക്ക് 5 ആക്കാൻ പറ്റില്ലല്ലോ, 5നെ 2 ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക, വാട്ട് വി ക്യാൻ ഡു, ഇത് 2y അല്ലേ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ യു മൾട്ടിപ്ലൈ ബൈ 2. And this second equation you multiply by 5. Up and down, when you open up the bracket, what will you get? So this is how you get your two equations. 6x minus 10y is equal to 8 out. If full you multiplied by 2. And this full you multiplied by 5. So this becomes 45x minus 10y is equal to 35. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പം നമ്മൾ എന്താക്കി, ഈ രണ്ട് ടേമിനെ ഈക്വൽ ആക്കി.
ഓക്കെ, ഇപ്പോൾ നമുക്കിതിൽ ഈ കേസിൽ ഈസി ആയിട്ട് ഇതിനെ 9x ആക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം എനിക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കോപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈനെ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തത്. അപ്പോൾ വൈനെ എലിമിനേറ്റ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് ഇല്ലാത്ത അവസ്ഥയും വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു പ്രൊസീഡ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ യു മൾട്ടിപ്ലൈ വിത്ത് ദിസ് ടേം ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ യു മൾട്ടിപ്ലൈ വിത്ത് ദ ഫസ്റ്റ് ഇക്വേഷൻസ് ടേം. അപ്പോൾ എന്താവും, നമുക്ക് നമ്മളെ ഒബ്ജക്റ്റീവിലേക്ക് എത്തും. ഈ y ടേമിനെ നമ്മൾ ഈക്വൽ ആക്കിയിട്ടുണ്ട്. ഇനി നോക്കൂ, ദിസ് ഇസ് -10y, ദിസ് ഇസ് -10y. ദേ വിൽ നോട്ട് ക്യാൻസൽ വെൻ യു ആഡ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇൻ ദിസ് കേസ്, യു ഹാവ് ടു സബ്ട്രാക്ട്. സോ വെൻ യു ആർ സബ്ട്രാക്ടിങ്, യു ഹാവ് ടു കൺസിഡർ വെരി കെയർഫുള്ളി. എവറിത്തിങ് സൈൻ വിൽ ചേഞ്ച്. ഇങ്ങനെ മൈനസ് ചെയ്യുമ്പം ദിസ് വിൽ ബിക്കം -45x. And here also when it becomes minus, then this minus and this minus will give you +10. അല്ലേ? ആൻഡ് അഗെയിൻ യു ഹാവ് ടു ഡു ദിസ് മൈനസ്. ഈ മൈനസിന് 35നോട് ഇൻറ്റു ചെയ്യുമ്പോൾ -35 ആവും. ഇപ്പം എന്താവും, -10ഉം +10ഉം സുഖമായിട്ട് യു ക്യാൻ ക്യാൻസൽ ഔട്ട്. And here what you are having, 6 minus 45. So that will be -39x is equal to, here you will have what, 8 minus 35. You will get here -27. So what your x will become, x is equal to -27 upon -39. ഇത് കണ്ടിട്ട് 3ൻ്റെ ടേബിളിൽ പോകുന്ന ലുക്ക് ഉണ്ട്. അപ്പോൾ ഹിയർ വാട്ട്, 3 9 times it will go and 39 will go 13 times. Minus will cancel out. So you will have here x is equal to 9/13. So 1x you found out. Okay children, അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് you get the value. You eliminated your y term and you found the value of the x term. Next step what you are going to do, you are going to substitute. Okay, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങളുടെ അടുത്ത് 4 ഓപ്ഷൻ ഉണ്ട്. ഏത് ഇക്വേഷനിലും നിങ്ങൾക്ക് ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ദെൻ ഇത് ബിഗ് നമ്പേഴ്സ് അല്ലേ, വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് ഇക്വേഷൻ ദാറ്റ് വി ഗോട്ട്. സോ യു വിൽ ഹാവ് ഹിയർ 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥലത്ത് 9/13 എഴുതി, -5y is equal to 4. So what will happen here, 9 into 3 is 27 upon 13 minus 5y is equal to 4. So let this go to the next side. So you will have -5y is equal to 4 minus 27 upon 13. So now how will you proceed? 5y is equal to 13 into 4 അല്ലേ, നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കണം. അപ്പോൾ 13 into 4 എന്താണ്, 52. So you will have 52 minus 27 upon 13. 52 minus 27 എന്താണ്, you will have here -5y is equal to 25 upon 13. So your y will be 25 upon 13. ഈ -5 ഇവിടേക്ക് കൊണ്ടുവരാണ്, അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ വരും അല്ലേ. സോ ഇറ്റ് വിൽ ബി ഇൻറ്റു -5. Now this you can cut off, 5 times it will go. So you will have your answer, y is equal to -5/13. So this will be your y. So x you got, y you got, you are done your sum. ഇത് യുവർ 4th സം. ഇത് കാണുമ്പം തന്നെ ഒരു ചടപ്പാവുണ്ടല്ലോ, ഇങ്ങനെ ഫ്രാക്ഷൻസ് ഒക്കെ കാണിക്കണം. അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ഫ്രാക്ഷൻസ് വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ സുന്ദരമായിട്ട് നമുക്ക് കംഫർട്ടബിൾ മാതിരി ആക്കിയെടുക്കാം. അപ്പോൾ എന്താക്കുക, ഇവിടെ x/2 2y/3 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് കോമൺ ഡിനോമിനേറ്റർ എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി, ഇറ്റ് കോമൺ ഡിനോമിനേറ്റർ 6 ആവും. ഹിയർ യു വിൽ ഹാവ് 3x plus 4y is equal to, and here you have -1 അല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് -1, 6നെ അവിടേക്ക് എടുക്കുക. അപ്പോൾ 3x plus 4y is equal to -6, your first equation അല്ലേ. ഇനി ഈ ഇക്വേഷനെ ചെയ്യുമ്പം എന്താക്കുക, x into 3 ചെയ്താൽ മതി. അപ്പോൾ 3x minus y upon 3 is equal to 3. So you will have 3x minus y is equal to 3 into 3 9. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സുന്ദരമായ 2 ഇക്വേഷൻസ് കിട്ടും. Then you can proceed in our general way like we did. So children, if you have the daring, you can proceed with this fraction itself. ഇത് എളുപ്പമായിരിക്കും മറ്റേ രീതിനേക്കാളും. എങ്ങനെ, ഇവിടെ നോക്കൂ, +2y/3, ഇവിടെ y/3 അല്ലേ. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് 2y/3 ആക്കാമല്ലോ. അതെങ്ങനെ, ദിസ് തിങ് യു ഹാവ് ടു ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 2
അല്ലേ? ദിസ് ഹോൾ ഇക്വേഷൻ യു മൾട്ടിപ്ലൈ ബൈ 2. അപ്പോൾ നമ്മുടെ രണ്ട് ഇക്വേഷൻസ് എന്തായിരിക്കും? സെക്കൻഡ് ഇക്വേഷൻ വിൽ ബിക്കം 2x minus 2y by 3 is equal to 6. This 2 you are multiplying with all the terms. അല്ലേ? Now you are deciding plus or minus ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ആഡ് ചെയ്യുക. These two equations you add. So this will easily go off. You will end up with x by 2 plus 2x അല്ലേ? x by 2 plus 2x is equal to minus 1 plus 6, that is 5. That will give you 5. Now when you solve this, you will have x plus 4x by 2 is equal to 5. ഇതിപ്പോൾ എന്താ ചെയ്ത മനസ്സിലായല്ലോ? കോമൺ ഡിനോമിനേറ്റർ ആക്കിയതാണ്. എക്സ് പ്ലസ് 4 by 2 is equal to 5. എക്സ് പ്ലസ് 4x എന്താണ്? 5x by 2 will give you 5. Then you will have 5x is equal to 5 into 2. Okay, so your x will be 5 into 2 എന്താണ്? 10. ഈ 5 താഴേക്ക് വരുമ്പം 10 by 2 you will have x is equal to 2. x is equal to 2 കിട്ടിയല്ലോ. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇക്വേഷനിൽ. വാട്ട് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ? x by 2 plus 2y by 3 is equal to minus 1. അപ്പോൾ എക്സ് നമുക്ക് 2 കിട്ടിയല്ലോ. സോ ദാറ്റ് വിൽ ക്യാൻസൽ ഔട്ട് അല്ലേ? ഇവിടെ 2 എഴുതിയാൽ ദാറ്റ് വിൽ ക്യാൻസൽ ഔട്ട്. ഇറ്റ് വിൽ ബിക്കം 1. സോ യു വിൽ ഹാവ് 1 plus 2y by 3 is equal to minus 1. സോ ദിസ് വിൽ ബി കോമൺ ഡിനോമിനേറ്റർ എടുത്ത് നോക്കാം. സോ യു വിൽ ഹാവ് 3 plus 2y by 3 is equal to minus 1. You will have 3 plus 2y is equal to minus 3. Okay, so what will happen? This 3 you take to next side, so it will become 3. 2y is equal to minus 3, that is 2y is equal to minus 6. So your y will be minus 6 by 2. You will have y is equal to minus 3. This will be your answer value for y. So you got y is equal to minus 3, x is equal to 2. So like this you have solved. Children, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും എലിമിനേഷൻ മെത്തേഡും രണ്ട് മെത്തേഡും ട്രൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. I have shown you all the elimination method only. Substitution method I think we have done and you have understood. Please try it yourself. So with this we finish the 4 questions given in this exercise. We solved everything by the elimination method. Children, I strongly suggest in the previous exercise where we did by substitution method, all sums you do again and try doing it by elimination method. So children, 3 types of procedures we talked about, that is graphical method, and then we talked about substitution method and elimination method. Either you comment and tell me which method you like the most. I like this elimination method the most. Okay children, any remaining questions on the problem type questions aanu. Other you have to first read the sum and then you should know how to make it into an equation. And then once you make the equation, any method whichever becomes easy, that you follow and find the answer. So that we will do in the next video. Okay, bye.